ഭാരതത്തിലെ വനിതകൾ ഝാൽക്കാരിയെ പോലെയായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്നേ ഭാരതം വിടേണ്ടി വരുമായിരുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരെന്ന അഹങ്കാരവുമായി കടൽ കടന്നെത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഒരു സാധാരണ ഭാരത സ്ത്രീക്ക് മുന്നിൽ അടിതെറ്റിയ നിമിഷമായിരുന്നു അത്. ആ വാക്കുകൾ ഉദ്ധരിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ ഫീൽഡ് മാർഷൽ ഹ്യൂഗ് ഹെൻറി റോസ്. ആധുനിക ആയുധങ്ങളുമായി വന്ന തൻ്റെ വമ്പൻ സൈന്യത്തെ വീരാംഗനകൾ എന്ന പെൺപടയെ കൊണ്ട് വിറപ്പിച്ച ഝാൽക്കാരിയുടെ കരുത്തിനു മുന്നിൽ ആ ജനറൽ പോലും തലകുനിച്ചുപോയി. കഥ തുടങ്ങുന്നത് ഝാൻസിക്കടുത്തുള്ള ഭോജ്ല എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. കാടിൻ്റെ വന്യതയിൽ ക്രൗര്യം നിറഞ്ഞ കണ്ണുകളുമായി തന്നെ കൊന്നു തിന്നാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കടുവയുടെ രൂപത്തിൽ തൻ്റെ മരണം മുന്നിൽ കണ്ടിട്ട് പോലും തൻ്റെ കൗമാരത്തിൽ അവൾ പതറിയില്ല. ഒരൊറ്റ വെട്ടിൽ ആ വന്യമൃഗത്തെ കൊന്നു തള്ളുമ്പോൾ കടുവയുടെ ഗർജനത്തെക്കാൾ ഒച്ചയിൽ അവളുടെ ധീരത അതിർത്തികൾ ഭേദിച്ച് മുഴങ്ങി. അവൾ ഒരു ഗ്രാമീണ ഇതിഹാസമായി മാറി. ജാതിയുടെ പേരിൽ അക്ഷരം നിഷേധിക്കപ്പെട്ടപ്പോൾ അച്ഛൻ സദോവർ സിംഗ് അവൾക്ക് നൽകിയത് അക്ഷരങ്ങളെക്കാൾ മൂർച്ചയുള്ള പാഠങ്ങളായിരുന്നു. ആയുധവിദ്യയും യുദ്ധതന്ത്രങ്ങളും അവൾ സ്വായത്തമാക്കി. പക്ഷേ വിധി അവളെ കാത്തുവെച്ചത് മറ്റൊരു നിയോഗത്തിനായിരുന്നു. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ അതേ ഛായ, കണ്ണുകളിലെ തീക്ഷ്ണതയിലും മുഖത്തെ ഗാംഭീര്യത്തിലും ഒരേപോലെ തിളങ്ങി നിന്ന രണ്ട് സ്ത്രീകൾ. ഗൗരി പൂജയ്ക്കിടയിൽ റാണിയുടെ കണ്ണുകൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഝാൽക്കാരിയെ കണ്ടെത്തി. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. റാണിയുടെ വിശ്വസ്തയായും പീരങ്കി പടയാളി പൂരൻ സിംഗിന്റെ പത്നിയായും പിന്നീട് വീരാംഗന എന്ന പെൺപടയുടെ നായികയായും അവൾ വളർന്നു. 1858 ഝാൻസി കോട്ട വളഞ്ഞ ജനറൽ ഹ്യൂഗ് റോസിന്റെ പടുകൂറ്റൻ സൈന്യം കോട്ടയെ വരിഞ്ഞു മുറുക്കി. പീരങ്കികൾ കോട്ടമതിലുകളെ തകർത്തെറിഞ്ഞു. ഇതിനിടയിൽ ഒറ്റുകാരായ ചതിയന്മാർ കോട്ടവാതിലുകൾ ബ്രിട്ടീഷുകാർക്ക് തുറന്നുകൊടുത്തു. ഝാൻസി റാണിയുടെ മരണം പടിവാതിൽക്കലെത്തിയ നിമിഷം. ചെറിയ സമയത്തിനുള്ളിൽ റാണിയെ തുരങ്കത്തിലൂടെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ ഝാൽക്കാരി ചിന്തിച്ചുള്ളൂ. എൻ്റെ റാണിയെ രക്ഷിക്കാൻ എനിക്കെൻ്റെ ജീവൻ നൽകണം, ഞാൻ ഝാൻസി റാണിയാകും. അതൊരു വേഷമാറൽ മാത്രമായിരുന്നില്ല, തൻ്റെ മരണത്തിലേക്കുള്ള യാത്ര കൂടിയായിരുന്നു. റാണി ലക്ഷ്മിഭായിയുടെ വേഷമണിഞ്ഞ് കുതിരപ്പുറത്തേറി അവൾ ശത്രുവിൻ്റെ മുന്നിലേക്ക് കുതിച്ചു. ഝാൻസി റാണി നേരിട്ട് യുദ്ധത്തിനെത്തിയിരിക്കുന്നു. ബ്രിട്ടീഷ് സൈന്യം സ്തംഭിച്ചുപോയി. ഞാനാണ് ഝാൻസി റാണി. ഇടിമുഴക്കം പോലെ ആ ശബ്ദം രണഭൂമിയിൽ മുഴങ്ങി. ബ്രിട്ടീഷ് സൈന്യം ആശയക്കുഴപ്പത്തിലായി. യഥാർത്ഥ റാണിക്ക് രക്ഷപ്പെടാൻ സമയം ലഭിച്ചപ്പോഴും സ്വന്തം മരണം ഉറപ്പാക്കി ഒരു സാമ്രാജ്യത്തെ മുഴുവൻ വിഡ്ഢികളാക്കി അവൾ ചിരിച്ചു. 1858 ഏപ്രിൽ 4 സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആത്മാർപ്പണത്തിന്റെ ഉജ്ജ്വല അധ്യായം അവിടെ കുറിക്കപ്പെട്ടു. ഝാൽക്കാരി ഭായി അന്നവിടെ ഓരോ ഭാരത വനിതകളിലും ഒരു അഗ്നിയായി പടരുകയായിരുന്നു. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ മരണത്തെ പോലും മുഖാമുഖം കണ്ട് പോരാടാനുള്ള ആർജവം. അതാണ് ഝാൽക്കാരി ഭായി.